സുവിശേഷം ഒരിക്കലും ഒരു മതത്തെ താഴ്ത്തി കെട്ടുവാനോ ഒരു ദൈവിക സങ്കല്പങ്ങളെ ഉടച്ച് മറ്റൊന്നിനെ സ്ഥാപിക്കുവാനോ വേണ്ടിയുള്ളതല്ല. മറിച്ച് സുവിശേഷം ദൈവത്തിൻ്റെ നിത്യമായിരിക്കുന്ന സ്നേഹം പ്രകടമാക്കിയ സന്ദേശത്തിൻ്റെ സാരാംശമാണ്. ആ സന്ദേശം എല്ലാവരിലും എത്തിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ഹിതവുമാകയാൽ അത് ദൈവിക നിയോഗം ഏറ്റുവാങ്ങിയവർ അത് ശിരസാ വഹിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് രാത്രിയിലും ഈ ദേശത്തോട് വീണ്ടും ഒരിക്കൽ കൂടെ സന്ദേശം ആവർത്തിക്കപ്പെടുന്നത്. ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്താം, സുവിശേഷം എത്തിയ ഇടങ്ങളിലൊന്നും കൊലപാതകങ്ങളും അരാജകത്വങ്ങളും ഉണ്ടായിട്ടില്ല. സുവിശേഷം എത്തിയ ഇടങ്ങളിൽ അവയെല്ലാം കൂടളക്കി പറന്ന ചരിത്രമേ ഉള്ളൂ. ജീവിതം നശിച്ചു എന്ന് കരുതിയ നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തിന് വിമോചനം നൽകിയ, ജീവിതത്തിന് പുത്തൻ വഴിത്താരകൾ തുറന്നിട്ടുള്ള ഏക മാർഗമാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന സുവിശേഷം. അതുകൊണ്ട് ജാതി, മത, വർണ്ണവർഗ വ്യത്യാസമെന്നീ ഏവരും ഒരിക്കലെങ്കിലും മരണം പിടിക്കുന്നതിന് മുമ്പ് കേൾക്കേണ്ട സുന്ദരമായ ഒരു സന്ദേശമാണ് സുവിശേഷം എന്നുള്ള കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മുൻപിലേക്ക് വായിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചുകൂടെ ഈ ധരണത്തിൽ ചേർത്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഈ പുസ്തകം പഠിക്കാനും പരിചയപ്പെടുവാനുമൊക്കെ അത് കരുത്തായി തീരുമെന്ന് കരുതിക്കൊണ്ടാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് വിശുദ്ധ ബൈബിൾ എന്നാണ്. ഈ പുസ്തകത്തിൽ നമുക്കറിയാം 66 പുസ്തകങ്ങളുടെ സംയോജനമാണ്. ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ ഏകദേശം 40-ൽ പരം എഴുത്തുകാർ ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ട് വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്ന് എഴുതിയ മനോഹരമായിരിക്കുന്നൊരു പുസ്തകം. ഇനി വേറൊരു കാര്യം പറയാം, ഈ പുസ്തകത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത, ഈ പുസ്തകം എഴുതിയ ആളുകളുടെ ചിന്തകളോ ആശയങ്ങളോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള കൈകടത്തലുകളോ അനുവദിക്കാതെ അവരെ കൊണ്ട് എഴുതിച്ചെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന, പരിശുദ്ധാത്മ പ്രേരിതമായ, അനുഗ്രഹിതമായി എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവാത്മാവിനാൽ വിരചിതമായ മനോഹര ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ഈ പുസ്തകം മതഗ്രന്ഥമല്ല എന്ന് ഞങ്ങൾക്ക് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല, യാതൊരുവിധ ലജ്ജയുമില്ല. അഭിമാനത്തോടുകൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, മതമോ മതത്തിന്റെ ആശയങ്ങളോ കുത്തി നിറച്ചതല്ല വിശുദ്ധ ബൈബിൾ. പിന്നെയോ ജീവിതത്തിൽ ഇരുളടഞ്ഞു പോയ മനുഷ്യന്റെ ജീവിതത്തിൽ പുത്തൻ വഴിത്താരകളും പുതിയ ജീവിതത്തിന്റെ മാർഗങ്ങളും തുറന്നു നൽകുന്ന, ജീവിതത്തിൽ ഏത് ഗതികെട്ടവന്റെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ഉലക ചരിത്രത്തിലെ ഏക പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ആ പുസ്തകം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാറോടടുക്കി പിടിക്കാൻ, അതിൻ്റെ തിരുവെഴുത്തുകളെ ഒന്ന് തുറന്നു വായിക്കാൻ, ജീവിതത്തിൽ ഏറ്റെടുക്കാൻ, അതിനെ അനുധാവനം ചെയ്യാൻ ജീവിതത്തിൽ ഭാഗ്യം കിട്ടിയ ഭക്തർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി പോലും കാണുവാൻ കഴിയാതെ, ഇതൊന്ന് കയ്യിൽ എന്തുവാൻ കഴിയാതെ ലോകത്തിന് യാത്ര പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പിയെങ്കിലും ജീവിതയാത്രയിൽ പരിചയപ്പെടാനും അതിനെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് വായിക്കാനും അതിലെ സത്യങ്ങൾ ശരിയാണെന്ന് ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് അംഗീകരിക്കാനും ഭാഗ്യം കിട്ടിയവരെ ഓർത്ത് ഞാനും ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ആധികാരികതകൾ ഒത്തിരി വിവരിക്കാനുണ്ടെങ്കിലും അതിൽ നിന്നും അടർത്തിയെടുത്തൊരു പദം ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഈ പുസ്തകം വായിക്കുന്ന ആളുകളെ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ഒന്നുകൂടെ ആവർത്തിക്കാം, എന്താ ഞാൻ ഈ പറഞ്ഞതിന്റെ സാരാംശം? ഈ പുസ്തകം വായിക്കുന്നയാൾ ജാതി, മത, വർണ്ണവർഗ വ്യത്യാസമെന്നേ കക്ഷി രാഷ്ട്രീയങ്ങൾ ഏത് തന്നെയാകട്ടെ, ഇടതോ വലതോ മൂന്നാം മുന്നണികളോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇവിടുത്തെ ഏത് താഴെക്കടയിൽപ്പെട്ടവരോ ഏത് ഉന്നത കുലജാതന്മാരോ ആയിക്കൊള്ളട്ടെ, BPL APL ഏത് വിഭാഗത്തിൽ താങ്കളെ തരംതിരിക്കട്ടെ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും താങ്കളുടെ ഇന്നിൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ ഉള്ളതുപോലെ കണ്ടുകൊണ്ട് താങ്കളെ വായിക്കുന്ന, താങ്കളെ മനസ്സിലാക്കുന്ന, താങ്കളോട് സംസാരിക്കുന്ന ഉലക ചരിത്രത്തിൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേരാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അഭിമാനത്തോടെ ദേശത്തോട് പറയുകയാണ്, ഈ പുസ്തകം നിങ്ങൾക്ക് ശാപമല്ല, ഈ പുസ്തകം നിങ്ങൾക്കൊരു ജീവിതത്തിൽ ദുഃഖമല്ല. ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ പ്രധാനം
ചെയ്തിരിക്കുന്ന ദൈവവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശാപം കേറിയ മാറാലകൾ മൂടിയതിനെ എന്നേക്കുമായി മാറ്റാൻ കഴിവുള്ള കരുത്തുള്ള ഉലകത്തിലെ ഏക പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ആ പുസ്തകം ചേർത്ത് പിടിക്കാൻ കിട്ടിയവർക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കരറ്റി ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ ദേശത്തോട് പറയാം, ഈ പുസ്തകം എന്നെ അനുഗ്രഹിച്ചു, ഈ പുസ്തകം എന്നെ ശരിയായ വഴികളിൽ നടത്തി, ഈ പുസ്തകം എന്റെ ജീവിതത്തിന് മാറ്റം നൽകി. ഈ പുസ്തകമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ നൊമ്പരങ്ങൾ അറിയുന്ന പുസ്തകം. ആ പുസ്തകം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയതൊരു മഹാഭാഗ്യമാണ്. ഭാരതത്തിൽ തന്നെ എത്രയോ ഭാഷകളിൽ ലിപി പോലുമില്ലാതെ വാക്കുകൾ കൊണ്ട് മാത്രം ആശയവിനിമയം നടത്തി ജീവിതം നയിച്ചു പോകുന്ന ആളുകൾ ഈ ഭാരതത്തിൻ്റെ മണ്ണിലുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പി പോലും പ്രിന്റ് ചെയ്യാത്ത എത്രയെത്രയോ ഭാഷകൾ ഇന്ന് ലോകത്തുണ്ട്. കൃപയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പുസ്തകം ആളിൻ്റെ വലിപ്പം അനുസരിച്ച് ഇഷ്ടംപോലെ ബൈബിൾ ഒരാളുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. കൃപയാൽ കിട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊന്നും കൂടെ പറയാം, കാഴ്ച മങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് ഈ 66 പുസ്തകത്തിൽ കൂടെ ഒരിക്കലെങ്കിലും നമ്മുടെ കണ്ണൊന്നോടിച്ചാൽ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഒരിക്കലെങ്കിലും ഈ 66 പുസ്തകത്തിൽ കൂടെ ഒന്ന് കണ്ണോടിക്കാൻ പറ്റിയാൽ ഭാഗ്യമാണ് കേട്ടോ, ഭാഗ്യമാണ്. അങ്ങനെ കണ്ണോടിച്ചിട്ടുള്ളവരും വായിച്ചിട്ടുള്ളവരും പഠിച്ചവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഈ പുസ്തകം പലരുടെയും വീടുകളിൽ കിട്ടിയിരിക്കുന്നത് പേടി വരുമ്പം മാത്രം ഒന്ന് തുറന്ന് വായിക്കാനും, അന്നേരം 90-ാം സങ്കീർത്തനവും 91-ാം സങ്കീർത്തനവും ഒക്കെ അന്നേരം നിന്നുകൊണ്ട് നമ്മൾ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ പറയാം, പേടി മാറ്റുന്ന പുസ്തകമല്ലിത്. ഏതെങ്കിലും അപകടഘട്ടങ്ങളിൽ മാത്രം തുറന്നു വായിക്കേണ്ടതല്ല ഈ പുസ്തകം. ഈ പുസ്തകം ദിനം പ്രതി നമ്മൾ വായിക്കേണ്ടതാണ്. ഈ പുസ്തകത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് പിടികിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ബോധ്യം വരുന്നുണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പുസ്തകത്തിന് മറ്റൊരു സവിശേഷത പറയാം. 66 പുസ്തകത്തിൻ്റെ അകത്തും 66,000 ദൈവമില്ല. പിന്നെയോ 66 പുസ്തകത്തിൻ്റെ താളുകളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരൊറ്റ ദൈവമുണ്ട്. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? ഈ 66 പുസ്തകത്തിനകത്തും ഒരൊറ്റ ദൈവം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിധിയാൽ നമുക്ക് കാണാം ഒരു ദൈവത്തെ. ആ ദൈവം മനുഷ്യൻ്റെ പണം പിഴിഞ്ഞെടുക്കുന്ന ഒരു പിരിവുകാരനല്ല. മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെ നന്നായി തറിഞ്ഞുകൊണ്ട് ഒരു പണവും ചെലവഴിക്കാൻ കയ്യിലില്ലാത്തവനെയും ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പേരാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ അഭിമാന പുരസ്സരം ഉയർത്തുന്നു. നസ്രയനാകുന്ന യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ ദൈവത്തോട് പ്രതിബദ്ധതയുള്ള ദൈവമക്കളുണ്ടെങ്കിൽ അഭിമാന പുരസ്സരം നിങ്ങൾ ഈ ദൈവത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ മേടുകളിൽ ജീവിതം എന്താണെന്നൊന്ന് തെളിയിച്ചു കാണിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സർവകൃപാലുവായ ദൈവം അവസരം നൽകട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു. മാറി നിങ്ങളുടെ ചിന്താമുഖരങ്ങളിലേക്ക് ഒന്നും കൂടെ ചേർത്ത് വയ്ക്കാൻ ഞാൻ ഒരു പടിയും കൂടെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാം. ഈ പുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകത, ലോകത്തിൽ ഇത്രയും അപമാനമേറ്റ വേറൊരു പുസ്തകം ഉലകത്തിലില്ല. ഈ പുസ്തകത്തോട് പ്രതികരിച്ചത് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ വാടാപോട സംഘങ്ങളല്ല. ഈ പുസ്തകത്തോട് പ്രതികരിച്ചിട്ടുള്ളത് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തത്വജ്ഞാനികളെന്ന് വിശേഷിപ്പിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിനിവേശത്തിൽ ഗ്രീക്കിൻ്റെ ഭരണ സാമ്രാജ്യങ്ങളുടെ നെടുനായകത്വം വഹിച്ച് പന്തലിച്ച് നിൽക്കുന്ന ഗ്രീക്കിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് വളർന്നു വന്ന തത്വജ്ഞാനികൾ, അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും തുടങ്ങിയ നിരവധി തത്വജ്ഞാനികൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത പറയാം, പ്രതികരിക്കുന്നവരുടെ മുൻപിൽ ചിരിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യും, അവരോട്
ഉറത്തു നിൽക്കാറില്ല. പക്ഷേ പ്രതികരിച്ചവരെല്ലാം കാലയവനികളിൽ മുൻപിൽ അവർ അസ്തമിച്ചപ്പോൾ ഇപ്പോഴും 2025 ഈ 11ാം മാസത്തിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പുസ്തകത്തിന്റെ താളുകൾ തിരക്കുന്നു, വായിക്കുന്നു, ഇത് വാങ്ങിക്കൂട്ടുന്നു. കാരണം ഈ പുസ്തകത്തിന് മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുവാൻ കഴിയുകയുള്ളൂ. അത്ര കരുത്തുറ്റ പുസ്തകമാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. ഇനി അധികം ഞാൻ പുസ്തകത്തെക്കുറിച്ച് വിവരിക്കുന്നില്ല, കാരണം സമയം വളരെ മുൻപോട്ട് പോയി. സഹോദരങ്ങൾ, നിങ്ങൾ ഈ മഴയൊക്കെ ഉണ്ടായിരുന്നു, തണുപ്പുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഞാൻ നിങ്ങളെ അധികം കൈയടിപ്പിക്കുകയും അന്വേഷണം അറിയിപ്പിക്കുകയും ചെയ്യുന്നില്ല. കാരണം നമുക്ക് സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബൃഹത്തായ സന്ദേശം ദേശത്തിൽ ചില കുടുംബങ്ങളിൽ ഈ സന്ദേശം എത്തണം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. കഴിവതും ഞാൻ നിങ്ങളെ മാറി മാറി ഇങ്ങനെ നോക്കും. പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഞാനിങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കും. എനിക്കിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ണിങ്ങനെ ഇമവെട്ടി തുറന്നു നിൽക്കുന്നത് കാണാനാണ് രസം. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പക്ഷേ ചിലരുടെ കണ്ണടഞ്ഞെന്ന് വരാം, പക്ഷേ എനിക്കിവിടെ അത് ഉറക്കമാണെന്നേ തോന്നത്തുള്ളൂ. അതാണ് എൻ്റെ തോന്നല, എൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, തൽക്കാലം ഒന്ന് കണ്ണൊന്ന് തുറന്ന് വളരെ സന്തോഷത്തോടെ ഹൃദയം കൊണ്ട് അന്തരാത്മാവിലൊന്ന് സംസാരിച്ച് തുടർന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പുസ്തകം 2 പാർട്ടുകളായിട്ട് തിരിക്കുമ്പോൾ ഒന്നാമത്തെ പാർട്ടിനകത്ത് ഏകദേശം 39 പുസ്തകങ്ങൾ കൃപയാൽ ഈ പുസ്തകം അടുക്കി വെച്ച് നൽകിയിട്ടുണ്ട്. ഞാനത് വിവരിക്കാൻ നിൽക്കുന്നില്ല. പുതിയ നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2ാമത്തെ പാർട്ടുണ്ട്. ആദ്യത്തെ 39 പുസ്തകത്തിന് പഴയ നിയമം എന്നാണ് നമ്മൾ കാലങ്ങളായി പ്രയോഗിച്ചു വരുന്ന ആ പ്രയോഗം. ശരിക്കും വേദപുസ്തകം സൂക്ഷ്മമായി പഠിച്ചാൽ പഴയ നിയമം എന്നൊരു പ്രയോഗത്തെക്കാൾ ഗംഭീര പ്രമേയം എബ്രായ ലേഖനം 9-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കിടപ്പുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ആദ്യ നിയമം എന്നൊരു പ്രയോഗമാണ്. ആ പ്രയോഗം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്, പെട്ടെന്ന് വരില്ല. എങ്കിലും ആദ്യ നിയമമാണ് ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത ആദ്യത്തെ നിയമം. ആ നിയമം ദൈവം ഒന്ന് പുതുക്കിയതാണ് നമ്മൾ പറയുന്നത് എന്ത്? പുതിയ നിയമം എന്ന് പറയുന്ന 27 പുസ്തകങ്ങളുള്ള 2ാമത്തെ പാർട്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ 39 പുസ്തകത്തിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി വരും എന്ന് പറയുന്ന ഒരു രക്ഷകനെ കുറിച്ച് അവർക്ക് പ്രവചനാത്മാവിൽ 100 കണക്കിന് പ്രവചനങ്ങൾ അടുക്കടുക്കായി ഒന്നിനു പുറകെ ഒന്നായി ആ വ്യക്തിത്വം എന്തായി തീരുമെന്നും എങ്ങനെയായി തീരുമെന്ന് കൃത്യമായി പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സകല ശ്രോതാക്കളോടും പറയാം, ജനിക്കുന്നതിന് മുമ്പ് ചരിത്രം ആരംഭിച്ച ഉലക ചരിത്രത്തിൽ ഏക വ്യക്തിപ്രഭയുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ഉയർത്തുന്ന, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന ഈ ഏക സത്യ ദൈവം മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയാം, ജനിച്ചതിന് ശേഷം ജാതകം എഴുതുന്നവരും ജാതകം നോക്കുന്നവരും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പറയാം, ജനിക്കുന്നതിന് മുൻപേ ജാതകം കൃത്യമായി എഴുതി എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, എന്തായിരിക്കണം തൻ്റെ ജീവിതമെന്നും എങ്ങനെയാണ് അവസാനിക്കേണ്ടതെന്നും അവസാനം കുറിച്ച് ഒടുവിൽ ജയവീരനെ പോലെ എങ്ങനെയാണ് മഹത്വത്തിലേക്ക് പോകുന്നതെന്നും മുൻകൂട്ടി പ്രവചിച്ച പ്രവചനം തീർന്നില്ല. പലരും മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ മരണം കൊണ്ട് അവസാനിക്കാത്ത ജീവിതത്തിന് ഉടമയാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അതുകൊണ്ട് യേശു സ്വർഗത്തിലേക്ക് പോയി വീണ്ടും മടങ്ങി വന്ന് തന്റെ രാജ്യം സ്ഥാപിതമാക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച പ്രവചനങ്ങൾ അരക്കെട്ടുറപ്പിക്കുന്നു. ആദ്യ നിയമം അല്ലെങ്കിൽ പഴയ നിയമം എന്ന 39 പുസ്തകത്തിനകത്ത് ആ പ്രവചനത്തിന്റെ നിവർത്തികളുടെ സത്യങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയ നിയമം അല്ലെങ്കിൽ പുതുക്കിയ നിയമം ഈ 27 പുസ്തകത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാം. അവിടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയുടെ സമയത്ത് യേശു ചെയ്ത ഒരു പാർട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വായിച്ച് കേൾപ്പിച്ച വേദഭാഗം. നമ്മൾ ഈ ഭാഗം വായിച്ചതിന് ശേഷം ചില സഹോദരങ്ങളും കൂടി ഇവിടെ എത്തിയിട്ടുള്ളത് കൊണ്ട് അവരുടെയും കൂടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 22 വരെയുള്ളൊരു ദീർഘമായ ഒരു വാചകങ്ങളാണ് നമ്മളിവിടെ വായിച്ച് കേൾപ്പിച്ചത്. അതിൻ്റെ സാരാംശം ഞാൻ ഒരിക്കൽ പറഞ്ഞു. ഇനി അതിൻ്റെക്ക് നമ്മൾ വേഗത്തിൽ വരികയാണ്. ഇനി നാം അറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ദേശത്തിലുള്ള സഹോദരങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. ഒരിക്കലൊരു നിരീശ്വരവാദിയായിരുന്നൊരു മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവമുണ്ടോ?
ആ ചോദ്യത്തിന് ഉത്തരം പലതും പറഞ്ഞു നോക്കിയിട്ടും ഉത്തരം മുട്ടുന്ന നിലയിലേക്ക് അതിനെ ഉത്തരം മുട്ടിയിട്ടല്ല, അവർ പറയുന്നതിനെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തത് കൊണ്ട് നിഷേധിച്ചു കൊണ്ടുപോയ നിരീശ്വരവാദിയുടെ ചോദ്യത്തിന് ഒരിക്കൽ ഒരു സുവിശേഷകൻ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടി വളരെ ഗംഭീരമായ മറുപടിയാണ്. ആ മറുപടി ഇങ്ങനെയാണ്: ദൈവമുണ്ടോ? ഒറ്റ വാക്കിൽ പറയണം. അതിന് ഉത്തരം അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. എന്താണ് തെളിവ്? ഉത്തരം പറയുന്നു, യഹൂദൻ. ഒന്നും കൂടെ ആവർത്തിക്കുന്നു, ദൈവമുണ്ട് എന്നുള്ളതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അതിന്റെ പേരാണ് യഹൂദൻ. എന്താ അങ്ങനെ പറയുന്നത്? പറയാം. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും നടന്നിട്ട് ഈ ജനതയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു ഒരു ചെറിയ രാഷ്ട്രം. കേരളത്തിന്റെ മാത്രം അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ രാഷ്ട്രമായി ഇന്നും നിലകൊള്ളുന്ന യഹൂദൻ എന്ന് പറയുന്ന ഒരു ജാതി ഇന്നും ലോക രാജ്യങ്ങളിൽ ലോക പോലീസ് എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക പോലും മുട്ടുമടക്കുന്നെങ്കിൽ ആ മടക്കുന്ന രാജ്യത്തിന്റെ പേര് യഹൂദൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ മുൻപിലാണ്. ഇവിടെ ലോക രാജ്യങ്ങളുടെ ചർച്ചാ വിഷയങ്ങൾ, ലോക നേതാക്കന്മാരുടെ ചർച്ചാ വിഷയങ്ങൾ മറ്റൊന്നുമല്ല, യഹൂദൻ എന്നത് തന്നെയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, വരുവീൻ, യഹൂദൻ ഒരു ജാതിയായി ഇരിക്കാതിരിക്കേണ്ടതിന് നമുക്കവരെ ഉന്മൂലനാശം ചെയ്യാം. ഇത് കാലങ്ങൾക്കപ്പുറം പറഞ്ഞു തുടങ്ങിയവരെല്ലാം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടും ഭൂപടത്തിന് നടുവിൽ ഒരു പൊട്ടുപോലെ കാണുന്ന യഹൂദൻ ഇന്നും നിലനിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒറ്റ കാര്യം പറയാം: യഹൂദനോട് ദൈവം അരുളി ചെയ്ത വാഗ്ദത്തം അത്ര ചൈതന്യമുള്ളതാണ്, അത്ര കരുത്തുള്ളതാണ്. അത് ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ആളുകൾ അത് നശിപ്പിക്കാൻ നോക്കിയിട്ടും അത് നാശത്തിലേക്ക് പോകാത്തത്. ലോകങ്ങൾ ഒരുമിച്ച് ഐക്യരാഷ്ട്ര സഭയിൽ കൂടിയിട്ട് അതിനോട് പ്രതികരിച്ചിട്ടും ഇല്ലായ്മ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ആവില്ല സഹോദര, അങ്ങനെ തീരില്ല. കാരണം അവരെ നട്ടതും വളർത്തിയതും ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ പേരാണ് ഞങ്ങൾ ഇവിടെ വാനോളം ഉയർത്തുന്നത്. അതുകൊണ്ട് ഈ ദൈവം ഉണ്ട് എന്നുള്ളതിന് ഇതിനേക്കാൾ അപ്പുറം വേറൊരു എളുപ്പവഴി പറയാനില്ലാത്തത് കൊണ്ട് നമ്മുടെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിൽ കണ്ണോടിക്കുന്ന ആധുനിക തലമുറകൾ ഈ ആധുനിക ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പുകൾ തമ്മിലൊന്ന് വേഗത്തിലൊന്ന് ഓടിച്ചാൽ കിട്ടുന്ന ആ അറിവുകൾ നമുക്ക് ദൈവം ഉണ്ട് എന്നത് 100% തെളിയിക്കാം. ആ ജനതയോടുള്ള ബന്ധത്തിൽ അവരുടെ മണ്ണിലേക്ക് ജനിച്ച് ഈ ഭൂമിയിലേക്ക് രംഗപ്രവേശനം ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമാണ് നിങ്ങളുടെ മുൻപിൽ വായിക്കപ്പെട്ട വേദഭാഗങ്ങൾ. ആ ഭാഗങ്ങൾ വളരെ ആവേശത്തോടുകൂടെ ഇന്ന് രാത്രിയിൽ വിസ്തരിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഒന്നറിയണം, യഹൂദനെ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് തുടച്ചു നീക്കപ്പെടുന്നില്ല? എന്തുകൊണ്ടാണ് അങ്ങനെ ആകാത്തത്? ഉത്തരം ഞാൻ ഒന്ന് പറഞ്ഞു. ഇനി 2 കാര്യങ്ങളും കൂടെ അതിനോട് ചേർത്ത് വയ്ക്കാനുണ്ട്. യഹൂദൻ തൻ്റെ തലമുറകളെ വളർത്തുന്നത് നാം നമ്മുടെ രീതികൾ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ ഒരിക്കലും താരതമ്യപ്പെടില്ല. ഒരു മാതാവും പിതാവും യഹൂദ കുടുംബത്തിൽ ചിന്തിക്കുന്നത് പിന്നെ എന്താണ് ചിന്തിക്കുന്നത്? രത്നചുരുക്കം പറയാം, അവർ ചിന്തിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. സങ്കീർത്തനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്, വായിപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിട്ടേക്ക്. ആ വാക്യം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ആലയത്തിൽ നടുതലയായവർ പ്രാകാരത്തിൽ തഴയ്ക്കും. ഇന്ന് രാത്രിയിൽ കേൾക്കുക, അത് യഹൂദൻ അതിന് കൊടുക്കുന്ന അർത്ഥം നമ്മൾ ചിന്തിക്കുന്നത് പോലെ നാം പടർത്തിവിടുന്ന ഏതെങ്കിലും പടവളമോ പാവലോ പാവയ്ക്കായോ അതിനോട് ചേർത്തല്ല ആ നടുതലയെന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് യഹൂദൻ പറഞ്ഞത്? ആലയം ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്. ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് എൻ്റെ തലമുറ നിന്നാൽ പ്രാകാരം ലോകമാണ്. അവൻ ലോകത്തിൽ തല കുനിക്കില്ല. അവൻ ലോകത്തിൽ അവൻ വളരുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിലും അകത്തും പുറത്തും ഒരുപോലെ ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുന്ന ഈ ദേശത്തുള്ള മാന്യ ശ്രോതാക്കളോട് പറയാ, ഇന്ന് തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടുകയാണ്. ഒട്ടനവധി മാതാപിതാക്കൾ തലമുറകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു സത്യദൈവത്തെ പരിചയപ്പെടുത്തുന്നു. വഴിവിഴപ്പിക്കാതെ ജീവിതത്തിൽ യഥാർത്ഥ
വഴി തുറന്നു കൊടുക്കാൻ കരുത്തുള്ള കരുണാമയനായ ഒരു സത്യദൈവമുണ്ട്. നേർച്ച കൊടുത്തിട്ടല്ല മക്കൾ നേർവഴിയാകുന്നത്, ഏതെങ്കിലും തീർത്ഥാടനം നടത്തിയിട്ടല്ല, ഏതെങ്കിലും കർമ്മം ചെയ്തിട്ടല്ല, 5 പൈസ ചിലവില്ലാതെ നിന്റെ തലമുറകളെ അഭിമാനപുരസരമുള്ള ഒരു ജീവിതം നൽകാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ജീവിക്കുകയാണ്. സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്തുകൾ കേൾക്കുന്ന മാന്യശ്രോതാക്കൾ, ഈ ദൈവത്തെ ജീവിതത്തിൽ പേറിയത് എൻ്റെ തലമുറകൾക്ക് വരും കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതങ്ങളെ വഴി നടത്താൻ ഈ ദൈവം കരുത്താണ്. ഇരുളടഞ്ഞിരിക്കുന്ന വഴിത്താരകളിൽ കൂടെ അവർ നടന്നു പോകുമ്പോൾ അവരുടെ കാലുകൾക്ക് ഇത് പ്രകാശമായി വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന സകല ദൈവമക്കളും പറയാം, അതേ നമ്മുടെ തലമുറകളെ ലോകത്തിൻ്റെ മുൻപിൽ തലകുനിക്കാതെ അവർ തളിർക്കട്ടെ, കരുത്തോടെ തളിർക്കട്ടെ. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അപ്പൊ യഹൂദൻ തൻ്റെ തലമുറകളെ ഈ നിലയിൽ അവരൊന്ന് വളർന്ന് പടർന്ന് പന്തലിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെയല്ല. എന്താ അതിൻ്റെ കാരണം? ഒരമ്മയുടെ യഹൂദ സ്ത്രീയുടെ ഉദരത്തിനകത്തൊരു കുഞ്ഞ് ചലിക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം മുതൽ അവരുടെ വീട്ടിനകത്ത് എപ്പോഴും സ്തുതിസ്തോത്രങ്ങളുടെ ഗീതങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ഒച്ചപ്പാടും ബഹളവും വയ്യാവേലിയും വഴക്കുകളും നിറവയറുമായിട്ടിരിക്കുന്ന അമ്മ കരഞ്ഞുകൂവി തിരിച്ച് മാതാപിതാക്കളുടെ അരികിലേക്ക് കരഞ്ഞുകൊണ്ട് പോകുന്നു. അവിടുന്ന് പിന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം കൂടി തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കുന്നു. പാർട്ടിക്കാർ കൂടുന്നു, പഞ്ചായത്ത് മെമ്പർ വരുന്നു. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? വിവാഹം കഴിപ്പിക്കാൻ ആരൊക്കെയാണോ ഇടനില നിന്നേ അവരെ എല്ലാം വിളിച്ചു കൂട്ടുന്നു. സകല മാമന്മാരെയും മാമിമാരെയും എല്ലാം കൂടെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. എത്രയെത്ര കുടുംബങ്ങൾ ഇങ്ങനെ. പക്ഷെ ഇന്ന് രാത്രിയിൽ പറയാം, യഹൂദന്റെ കുടുംബത്തിനകത്തൊരു യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ, കുടുംബജീവിതം നയിക്കുന്നവരുടെ ഉദരത്തിനകത്തൊരു ചലനം തുടങ്ങിയാൽ അവന്റെ വീട്ടിൽ ഇന്നലെ വരെ ഉയർന്ന ഒരു അലങ്കോലത്തിന്റെ ശബ്ദം ഇനി ഉയരത്തില്ല. എന്താ കാരണം? അവന്റെ തലമുറകൾ അത് കേൾക്കരുത്, അത് കണ്ടു വളരരുത്, അങ്ങനെയുള്ള ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകരുത് എന്ന് കരുതി അവന്റെ തലമുറകളെ ദൈവകൃപയിൽ, ദൈവസന്നിധിയിൽ അവന്റെ തലമുറകളെ വളർത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഇവിടെ വന്നിരിക്കുന്ന സകല ദൈവമക്കളും പറയാം, ഇന്ന് രാത്രിയിലും നമ്മുടെ തലമുറകൾ ദൈവഭയത്തിൽ വളരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ അവരെ ആ നിലയിൽ വളർത്തേണ്ടതിന് നമ്മുടെ വീടുകളിൽ പാട്ട്, പ്രാർത്ഥനകൾ, ആരാധനകൾ ഒക്കെ ഉണ്ടാകട്ടെ. ഏകദേശം അത്രയും പറഞ്ഞ് ഞാൻ അവിടുന്ന് യാത്ര പറയുകയാണ്. ഇനി തീർന്നില്ല കേട്ടോ. ഈ കുഞ്ഞ് നൊന്ത് പ്രസവിക്കുന്ന ഈ അമ്മ വളരെ അതിവേദനയിൽ അലറിക്കരയുമ്പോൾ ഈ കരച്ചിലിൻ്റെ ശബ്ദം ഈ കുഞ്ഞ് കേൾക്കരുത്. അതിനിവരെന്ത് ചെയ്യുന്നറിയാമോ? നല്ല ശക്തരായ ഗായകരെ അമ്മ ഈ കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുന്ന സമയം അടുത്തു വരുമ്പോഴേ വീട്ടിനരികിൽ കരുതും. അന്നെല്ലാം വീടുകളിലാണ് സഹോദരിമാർ കുഞ്ഞിന് ജന്മം നൽകുന്നത്. അങ്ങനെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് ആ സമയം വൈറ്റാട്ടി വിളിച്ചു പറയുമ്പോൾ ഗായക സംഘം ഉച്ചത്തിൽ പാട്ടുപാടും. ദൈവത്തെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ ശബ്ദമുയർത്തിപ്പാടും. ഈ പാട്ട് കേട്ടാണ് കുഞ്ഞ് പുറത്തേക്ക് പിറന്നു വീഴുന്നത്. നിങ്ങൾ കേട്ടേ? ഇപ്പം ഇങ്ങനെ പാട്ട് പാടാൻ ആളുകളെ വിളിക്കാനും പൈസ കൊടുക്കാനും ഒന്നും ഇല്ലാതിരുന്ന ഒരു കുടുംബത്തെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, സാമ്പത്തികം കൊടുത്ത് ആ വലിയ മ്യൂസിക് ടീമിനെ വിളിച്ച് പാട്ട് പാടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അതിങ്ങനെ പ്രോഗ്രാം നടത്തുന്നവരോട് ചോദിച്ചാൽ അവർക്ക് നന്നായിട്ടറിയാം. ഇതിനേക്കാൾ ഗംഭീരമാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ ഇത് കുറവാണ്. നമ്മൾ പലപ്പോഴും പരിമിതിയിലേക്ക് കൊണ്ടുവരുന്നു. പ്രയാസപ്പെടേണ്ടതേ ഇങ്ങനെ സാമ്പത്തികം കയ്യിലില്ലാതെ ഞെരങ്ങിയ ഒരു കുടുംബത്തിന് ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നവൻ ഒരു ചരിത്ര പുരുഷനാണ്. അവൻ പിറക്കുന്ന സമയം അടുത്ത് വിളിച്ചു പാട്ടുകാരെ പാടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. വഴിയോരത്ത് എവിടെയോ ഈ ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും ദൂതന്മാർ ഇറങ്ങിയ പാട്ട് നമുക്ക് സുപരിചിതമാണ്.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമുക്കറിയാം, നവംബർ മാസം തൊട്ട് ഇനി ആ പാട്ട് നമ്മുടെ നാടും വീഥികളുമൊക്കെ ഇനി പാടാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന സകല ദൈവമക്കളോട് പറയാം, ദരിദ്രനായ ഒരു യോസഫിൻ്റെ കുടുംബത്തിലേക്കൊരു ചരിത്ര പുരുഷൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അഖിലാണ്ടം മുഴുവനും അണിയിച്ചൊരുക്കിയിരിക്കുന്ന സർവേശ്വരൻ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ വെളിപ്പെട്ടു വരുന്ന സമയം പാട്ടുപാടാൻ ദൂതന്മാരെ സ്വർഗത്തിൽ ദൈവം അയച്ചു. പോട്ടെ, ഞാൻ അധികം ഇനി വിവരിക്കുന്നില്ല. ഇനി പറയേണ്ട കാര്യങ്ങൾ വളരെ സ്പീഡിലാണ് പോകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സകലരും, കുഞ്ഞുങ്ങൾ ഓടി കളിച്ചോട്ടെ പ്ലീസ്. നോ വേണ്ട അച്ഛാ, പോയിക്കോ, അവർ കളിച്ചോട്ടെ. അവർക്ക് ഇത് കൺവെൻഷൻ ആണെന്നൊന്നും അറിയത്തില്ല, സാരമില്ല, അവർ കിടന്നോട്ടെ. ബാക്കിയുള്ളവരൊന്ന് ശ്രദ്ധിച്ചേ. ഇനി പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. യഹൂദൻ അവൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി അവനെ വളർത്തിയെടുക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ വേഗത്തിൽ പറയാൻ പോവുകയാണേ. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം നിങ്ങൾ മറന്നു പോകരുത്. ആലയത്തിൽ നടുതലയാകണമെന്നാണ്. നടുതല എന്ന് പറഞ്ഞാൽ എന്താണ്? നടുതല എന്ന് പറഞ്ഞാൽ യഹൂദൻ ആഗ്രഹിക്കുന്ന നടുതല നമ്മൾ ഈ പറയുന്ന പോലെ നേരത്തെ പച്ചക്കറി നട്ടതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊന്നുമല്ല. പിന്നെ എന്താണ് നടുതലയെന്ന് ഉദ്ദേശിക്കുന്നത്? അവരുദ്ദേശിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവൻ്റെ തലമുറകൾ ആലയത്തിനകത്ത് ന്യായപ്രമാണം അതിൻ്റെ ചുരുളുകൾ തുറന്ന് അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നൊരു ന്യായശാസ്ത്രിയാകണം. കേൾക്കുന്നുണ്ടോ? എൻ്റെ തലമുറ അതായാൽ മതി, അതിനപ്പുറം മറ്റൊരു ഗ്രേഡ് ഇല്ല എന്ന് കരുതിയവനാണ് യഹൂദൻ. ആ യഹൂദൻ അതുകൊണ്ട് അവൻ്റെ വളർച്ചയിൽ തന്നെ കൊടുക്കുന്ന അവരുടെ പ്രത്യേക കരുതലുണ്ട്. അതാണ് ഞാൻ അതിവേഗത്തിൽ പറഞ്ഞ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണേ. അപ്പൊ ഈ കുഞ്ഞിനെ ജനിച്ചു വീണ സമയം മുതൽ 6 വയസ്സ് പ്രായമാകുന്നത് വരെ ഒന്നാമത്തെ സ്റ്റേജാണ്. എന്താണ് ആ സ്റ്റേജിന്റെ പ്രത്യേകത? ആ സ്റ്റേജിൽ ഈ ജന്മം കൊടുത്ത അപ്പൻ ഈ ജനിച്ചു വീണ കുഞ്ഞിനെ അപ്പൻ തന്നെ പറഞ്ഞു കൊടുക്കണം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രയാസമുള്ള ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ഈ പുസ്തകം അപ്പൻ ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്കിവിടെ ഒരു യുക്തിയിലൊരു ചോദ്യം വന്ന്, ജനിച്ച് വീണയുള്ള ആ കുഞ്ഞിന്, മലക്കിടക്കെ കിടക്കുന്ന ഈ കുഞ്ഞിന് ഇത് പറഞ്ഞു കൊടുക്കാനോ? പറഞ്ഞു കൊടുക്കുമെന്ന് യഹൂദൻ. എത്ര നാൾ വരെ? 6 വയസ്സു വരെ ഇത് പറഞ്ഞു കൊടുക്കും. ഇനി അതിൻ്റെ പ്രത്യേകത കേൾക്കണോ? 6ാമത്തെ വയസ്സിലെത്തുമ്പം ഇവൻ ലേവ്യ പുസ്തകം ബൈ ഹാർട്ടാക്കുമെന്ന്. മനസ്സിലായില്ല? നമ്മുടെ ഇവിടെ ഇപ്പോൾ ഓടി നടക്കുന്ന ഈ കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു നോക്ക്. പക്ഷെ നമ്മൾ അതിന് പകരം ഫുഡ് കഴിക്കണോ, ഉടനെ മൊബൈൽ അങ്ങോട്ട് എടുത്ത് കൊച്ചി ടി വിയോ വലിയ ടി വിയോ അല്ലേ, അതിനകത്ത് അവർക്ക് പറ്റിയ സാധനം അവർ തന്നെ ഏത് ലോക്ക് ഇട്ടാലും അവർ നിഷ്പ്രയാസമായിരിക്കും. അതായിരിക്കും. അത്രയും ബുദ്ധി ഉണ്ടെന്ന് നമുക്ക് ബോധ്യം വന്നാലും നമ്മൾ എന്തു പറഞ്ഞു കൊടുക്കുകയല്ല? ബൈബിള് പറഞ്ഞു കൊടുക്കുകയല്ല. പക്ഷേ യഹൂദൻ ഏറ്റവും പ്രയാസപ്പെട്ടത് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ 6 വയസ്സുകൊണ്ട് അവൻ ലേവ്യ പുസ്തകം മുഴുവനും പഠിച്ചു. ഒന്ന് പറഞ്ഞാൽ മനപ്പാഠം പഠിച്ചെന്ന്. ഈ മനപ്പാഠം പഠിച്ചിരിക്കുന്ന ഈ കുഞ്ഞ് ആലയത്തിലെ നടുതലയാകാൻ 1ാമത്തെ പടി പൂർത്തീകരിച്ചു. ഇനി 2ാമത്തെ ഘട്ടമാണ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 2ാം ഘട്ടം. ഈ 2ാം ഘട്ടത്തിൻ്റെ പ്രത്യേകത, മോശയുടെ പഞ്ചഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ ഒന്നവൻ പഠിച്ചു. ഇനി പഠിക്കേണ്ടത് ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ആവർത്തനം. ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ശേഷിക്കുന്ന 4 പുസ്തകങ്ങൾ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കാലയളവിൽ അവൻ പഠിച്ചിരിക്കണം. അവനെ പഠിപ്പിക്കും. അതാണ് 2ാമത്തെ ഘട്ടം. ഇനി 3ാമത്തെ ഘട്ടത്തിലേക്കും കൂടെ പ്രവേശിക്കാം. 3ാം ഘട്ടം എന്ന് പറയുന്നത്, ഒരു ന്യായശാസ്ത്രിയാകണമെങ്കിൽ 3ാം ഘട്ട പരീക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവാണ്. ആ കാലയളവ് കൊണ്ട് ശേഷിക്കുന്ന മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ
അവൻ പഠിച്ചിരിക്കണം. ഹോ, ഇത്രയും പഠിച്ചു കഴിഞ്ഞ ഒരാളെയാണ് അവര് ന്യായശാസ്ത്രി എന്ന് പറയുന്നത്. ബൈബിളിൽ നമ്മൾ കണ്ടിട്ടില്ലേ ന്യായശാസ്ത്രിമാർ എന്ന് കേട്ടില്ലേ? അതിവരാണ്. ഇവർക്ക് ബൈബിൾ നന്നായിട്ടറിയാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് നൽകിയിരിക്കുന്ന പുസ്തകം നമ്മൾ എത്ര ഗൗരവത്തിൽ ഇത് പഠിക്കണം, എത്ര ആഴത്തിൽ ഇത് മനസ്സിലാക്കണം എന്നതും കൂടെ നിങ്ങൾക്ക് ഇട്ടു തരികയാണ്. കാരണം ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൊരുളുകൾ ജനത്തിന് പറഞ്ഞു കൊടുക്കാനാണ്. ഇന്നും ഇത് തിരിച്ചറിയാത്ത ഒത്തിരി ആളുകൾ നമ്മൾ കൊണ്ടു നടക്കുന്ന പുസ്തകത്തെക്കാൾ വലിയ പുസ്തകങ്ങൾ വീട്ടിനകത്ത് വെച്ചും വീട്ടിൽ നിന്നകത്ത് പുറത്തു പോകുമ്പോൾ തുറന്നു വായിച്ചുമൊക്കെ ജീവിതം കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതങ്ങനെ വെച്ച് ഇതിനെ പൂജിക്കേണ്ട ഒരു പുസ്തകമല്ല. ഈ പുസ്തകം പഠിക്കേണ്ട പുസ്തകമാണ്. അത് തിരിച്ചറിഞ്ഞവർക്കാ ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. അപ്പോഴേ 6 വയസ്സുകാരൻ ലേവ്യ പുസ്തകം പഠിച്ചെന്ന് പറഞ്ഞങ്ങ് പോയാൽ പോരാ. പിന്നെ ഇവൻ എന്ത് ചെയ്യണം? അടുത്ത ഇവരുടെ ന്യായശാസ്ത്രിമാർ കൂടുന്ന ഇടത്ത് വന്നിട്ട് ഇവൻ ഈ പഠിച്ചത് മനപ്പാഠം പറഞ്ഞവരെ കേൾപ്പിക്കണം. അപ്പോൾ അവന് 2ാം ഘട്ട പഠനത്തിനുള്ള പെർമിഷൻ കിട്ടും. അങ്ങനെ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലയളവിൽ ഇവൻ ശേഷിക്കുന്ന 4 പുസ്തകവും കൂടെ ചേർത്ത് 5 പുസ്തകങ്ങൾ ബൈഹാർട്ടാക്കിയിട്ട് 12ാമത്തെ വയസ്സിൽ ഇവൻ യെരുശലേമിൽ വരണം. വന്നിട്ട് അവിടുത്തെ ന്യായശാസ്ത്രിമാരെ ചുറ്റുമിരുത്തി അവരോട് ചോദിക്കണം. എന്നിട്ട് അവരെ ചോദ്യം ചോദിച്ച് മുട്ടുകുത്തിക്കണം. ഇങ്ങനെ ഒരു 12 വയസ്സുകാരനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വേദപുസ്തകം കൃത്യമായി പറഞ്ഞു, 12 വയസ്സിൽ യേശു ആലയത്തിനകത്തിരുന്ന് ന്യായശാസ്ത്രിമാരോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത് കണ്ട രംഗം മറന്നു പോകരുത്. ആ 12 വയസ്സുകാരൻ മനസ്സിലായല്ലോ. ഇനി 12 വയസ്സുകാരൻ്റെ 3ാം ഘട്ടം അതിഗംഭീരം. 30 വയസ്സ് വരെയുള്ള കാലയളവിൽ ശേഷിക്കുന്ന പുസ്തകങ്ങളും കൂടെ പഠിച്ച് അവനൊരു റാബായി ആയിട്ട് മാറണം. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലർ ഇതിനകത്ത് തോറ്റുപോകും. അവിടെയാണ് നമ്മുടെ വിഷയം. ചിലർ 6 വയസ്സിൽ തോറ്റു, ചിലർ 12 വയസ്സിൽ തോറ്റു, ചിലരോ 30ാമത്തെ വയസ്സിൽ തോറ്റു. തോറ്റവർ അവരുടെ ആലയത്തിൽ നിന്നും നിരാശവേറി ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ന്യായശാസ്ത്രിയാകാനാവില്ല എന്ന ബോധ്യം വന്ന് നിരാശ പേറി കരഞ്ഞുകൊണ്ടവർ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ അവരുടെ മഹാപുരോഹിതൻ നിന്നു വിളിച്ചു പറയും, പ്രയാസപ്പെടേണ്ട. കേൾക്കണേ, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ന്യായശാസ്ത്രിയാകാൻ പറ്റില്ല. അതായിരുന്നു ഞങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെ ആഗ്രഹം, ഞങ്ങളുടെയും ആഗ്രഹം അതായിരുന്നു. അതാകാൻ പറ്റായി. ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു. ഞങ്ങൾക്ക് ഇനി അതാകാൻ പറ്റാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇനി പ്രയാസപ്പെടേണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇറങ്ങിപ്പോകുന്ന ഇവരെ നോക്കിക്കൊണ്ട് പുരോഹിതൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ശ്രദ്ധിക്കുക. നിങ്ങളെ തേടി ഒരിക്കൽ ഒരധികാരമുള്ളൊരു ന്യായശാസ്ത്രി വരും. മനസ്സിലായില്ല? തോറ്റുപോയ നിന്നെ തേടി ഒരധികാരമുള്ളൊരു ന്യായശാസ്ത്രി വരും. അന്ന് അവൻ വിളിച്ചാൽ അവൻ്റെ കൂടെ പോരണം. നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. എവിടെ? തോറ്റുപോയ നിനക്ക് തിരിച്ചൊരു ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ഒരു ചാൻസ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ഗലീലയുടെ തീരത്തിതുപോലെ എപ്പോഴോ 6ലോ 12ലോ 30ലോ തോറ്റ ചില സഹോദരങ്ങൾ ഉപജീവന മാർഗത്തിന് വേണ്ടി മീൻപിടുത്തം തിരഞ്ഞെടുത്ത് അവർ ഈ തടാകത്തിൽ വലയിറക്കി അവരുടെ വള്ളങ്ങളിൽ യാത്ര ചെയ്തും ജീവിതം നയിച്ചു പോകവേ തോറ്റിരിക്കുന്നവന്റെ അരികിലേക്ക് ഒരിക്കൽ എൻ്റെ യേശു വന്നു. ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശം
നിങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ ഈ ദേശത്തോട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാം, തോറ്റവരെ കൈവിടാത്തൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ എൻ്റെ യേശു മാത്രമാണ്. അത് വിശ്വസിക്കുന്നവർ പറ, തോറ്റ എന്നെ കൈവിടില്ല എന്ന ദൈവം ഈ എൻ്റെ അരികിലേക്ക് യേശു വരികയാണ്, ഈ എന്നെ തിരക്കി വരികയാണ്. അതാണ് യേശുവിന്റെ സ്നേഹം. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറ, തോറ്റ എന്നെ തള്ളിക്കളയാത്ത ഒരു നിത്യ ദൈവം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. സകല മാനവും മഹത്വവും ഇന്ന് രാത്രിയിൽ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഈ ദേശത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സകല കുടുംബങ്ങളോടും പറയാ, തോറ്റുപോയ നിന്റെ തലമുറകൾക്ക് നാളുകളൊരു ഭാവിയില്ല എന്ന് ലോകം പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നിന്നെ തള്ളിക്കളയുകയില്ല, തള്ളിക്കളയില്ല. നിന്നെ ഒരിക്കലും അവൻ മറന്നു കളയില്ല. നമുക്കറിയാം, ജയിച്ചവരെയും യോഗ്യതയുള്ളവരെയും മാത്രം ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുപാടിലുമുള്ളത്. തോറ്റവരെ ആരും പരിഗണിക്കാറില്ല. ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങി തോൽവിയുടെ പുറത്തേക്ക് വീണ്ടും തോൽവികൾ ഏറ്റുവാങ്ങി ജീവിതം നയിച്ചു പോകുന്ന ആരോടൊക്കെയോ ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ഒന്ന് സംസാരിക്കാനുണ്ട്. കുഞ്ഞെ, ഇന്ന് രാത്രിയിൽ ഈ യോഗം നിങ്ങൾക്ക് വേണ്ടിയാ. തോറ്റ നിന്റെ ഭാവിക്ക് വേണ്ടി ആരാണ് ഇനിയൊന്ന് കരുതുന്നത്, എന്നെ ആരാണൊന്ന് ചേർത്ത് നിർത്തുന്നത് എന്ന് നീ ചോദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉത്തരം പറയുകയാണ്. യേശു ഈ യോഗത്തിൽ നടമാടുന്നുണ്ട്. ശബ്ദവീചിയിൽ അടുത്തും അകലെയുമൊക്കെ ശ്രദ്ധിക്കുന്ന ഇരുട്ടിന്റെ മറപറ്റി വീടുകൾ, ജനാലകൾ തുറന്നും വഴിയോരങ്ങളിലുമൊക്കെയായി നിന്നുകൊണ്ടും ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഈ ദേശത്തെ പ്രബുദ്ധരോട് പറയാം, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമന്യേ ഏവരോടും പറയാം, ഇന്ന് രാത്രിയിൽ തോറ്റവനെ തള്ളിക്കളയാത്തൊരു ദൈവം ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുവാണ്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ സ്നേഹം താങ്കൾ അനുഭവവേദ്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പറ, അടിയനിതാ എന്ന് പറ. ഇന്ന് രാത്രി നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നും നിന്റെ ജീവിതം ഈ കഴിഞ്ഞ പകലുകളിലും മണിക്കൂറുകളിലും പരാജയം തന്നെയാണോ? ഒന്നും നിന്റെ ജീവിതത്തിൽ മാറ്റിവെക്കാനില്ലാതെ ജീവിതം നിരാശവേറിയവനാണോ എങ്കിൽ നീ പ്രയാസപ്പെടേണ്ട. അതിന് പരിഹാരം ആത്മഹത്യയല്ല, അതിന് പരിഹാരം ദേശം വിട്ടു പോകുകയല്ല, അതിന് പരിഹാരം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയല്ല. ഇന്ന് രാത്രിയിൽ നിന്റെ പരാജയത്തെ കണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ യേശു എന്ന ഏക സത്യദൈവം വരുന്നുണ്ട്. പക്ഷെ കൂടപ്പുറപ്പേ, ഈ സ്നേഹസ്വരൂപന്റെ സാമീപ്യവും സാന്നിധ്യവും ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലൊക്കെ പറഞ്ഞ് നീ തോറ്റു നിൽക്കുന്ന നിന്റെ ജീവിതത്തിനരികിൽ വന്ന ഈ മഹാസത്യത്തെ നീ തട്ടിക്കളയരുത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ശ്രേഷ്ഠരായ മാന്യ ശ്രോതാക്കളോട് പറയാം, ഇന്ന് രാത്രിയിൽ ഈ മൈക്രോഫോൺ പിടിച്ച് നിങ്ങളുടെ നടുവിൽ ഒരു സുവിശേഷകനായി നിൽക്കാൻ ജീവിതത്തിൽ ഒരു യോഗ്യതയും പറയാനില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു. തോൽവിയുടെ പടുകുഴിയിലേക്ക് ചെന്ന് കൂപ്പുകുത്തി ബാല്യം മുതലേ രാഷ്ട്രീയം കളിച്ച് ജീവിതം തകർന്നുപോയ എൻ്റെ ജീവിതത്തെ കരക്കടിപ്പിച്ച് മാന്യതയോടെ നിർത്തിയ ഒരു മഹാദൈവം തോറ്റ എന്നെ ആരും കൈക്കൊള്ളാതെ ജീവിതത്തിൽ ആട്ടിപ്പായിച്ചപ്പോൾ തോറ്റ എന്നെ ചേർത്ത് നിർത്തി ഇന്ന് രാത്രിയിൽ ഒരു സുവിശേഷകനായി നിങ്ങളുടെ മുൻപിൽ ഈ സന്ദേശം പറയാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ദേശം കേൾക്കാൻ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, സ്നേഹിതാ, തോറ്റ നിന്നെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഗലീലിയുടെ തീരത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പതുക്കെ നടന്ന് ഈ തീരത്തേക്ക് വന്നു.
അവിടേക്ക് വന്നപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, തിരുവെഴുത്ത് ശ്രദ്ധയോടെ വായിച്ചാൽ 20-ാമത്തെ വാക്യത്തിലും 22-ാമത്തെ വാക്യത്തിലും ആവർത്തിച്ച് പറഞ്ഞൊരു പ്രയോഗം ഒന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ട് സന്ദേശം വേഗത്തിൽ ഉപസംഹരിക്കാം. എന്നെ കേൾക്കുന്ന പ്രഭുത്തർ ശ്രദ്ധിച്ചു കേട്ടോളൂ. അവരുടെ അരികിലേക്ക് യേശു കർത്താവ് വരുമ്പം അന്നും അവർ തോറ്റു നിൽക്കുകയാണ്. ജീവിതത്തിൽ പടവെട്ടി ഉപജീവന മാർഗത്തിൻ്റെ വഴി അന്വേഷിച്ച് കഴിഞ്ഞ രാത്രിയിൽ അവർ വലയെറിഞ്ഞ ഇടത്ത് പരാജയം മാത്രം ഏറ്റുവാങ്ങി. പരാജയരായി തിരിച്ച് നിരാശപേറിയവരായി തീരത്തെന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിൽക്കവേ എൻ്റെ യേശു മെല്ലെ അരികിലേക്ക് വന്നു. പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി, അന്ത്രയോസിന്റെ മുഖത്തേക്ക് നോക്കി. ഈ പടകും വലയും നാളെ എന്ത് ചെയ്യണമെന്നുള്ളതല്ല. യേശു അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്ക. അവിടെ എഴുതിയിരിക്കുന്ന പ്രയോഗം കേട്ടോ, ഉടനെ. എന്തേ അവർ ഉടനെ അത് വിടാനുള്ള കാരണം നമുക്കറിയാം. നമ്മളിൽ പലരും പല തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാ. നിങ്ങൾ ജോലി ചെയ്യുന്ന ആ മേഖലകളിൽ നിങ്ങളുടെ അരികിലേക്ക് ഈ സുവിശേഷകരായിരിക്കുന്ന ഞാൻ അടുത്ത് വന്നിട്ട് പറയുക, ആൻറ്റി അച്ഛാ എൻ്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരില്ല. നിങ്ങൾ വേണേ പറയും, പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ അർജൻറ്റായിട്ട് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വരാം. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചേ, അതേ ജോലി സ്ഥലത്ത് ഞാനൊരു കാക്കി യൂണിഫോം ഒക്കെ ഇട്ട് ഇവിടെ ഒരു 2-3 സ്റ്റാറൊക്കെ വെച്ച്, കേൾക്കുന്നുണ്ടോ, ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു ലാത്തിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ വരാമെന്ന് പറയുമോ? കേൾക്കുന്നുണ്ടോ? പിന്നെ വരാമെന്ന് പറയോ? ഇല്ല. നിങ്ങൾ അന്നേരം തലേ കെട്ടിയിരിക്കുന്നത് ഓർത്ത് എങ്ങനെ അഴിയെന്നറിയത്തില്ല, പൊക്കിയുടുത്ത മുണ്ട് എപ്പോഴാ താഴെ കഴിയുന്നറിയത്തില്ല. അത് കണക്ക് ഭയഭക്തിയോടെ നിങ്ങൾ വേഗത്തിൽ അരികിലേക്ക് വരും. കാരണം എന്ത്? അതേ ചോദ്യം ഒരു ഉപദേശി എന്ന നിലയിൽ ചോദിച്ചപ്പം വന്നില്ലല്ലേ, പക്ഷെ കാക്കി ഉടുപ്പിൽ വന്നപ്പോ ഒന്ന് ഞെട്ടി, ഒന്ന് വിറച്ചു. കാരണം ഇത്രയേ ഉള്ളൂ, ഇപ്പം വന്നിരിക്കുന്ന ഒരു അധികാരിയാ വന്നിരിക്കുന്നത്, അല്ലേ? ഇനി നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശുവിനെ കുറിച്ച് അവർ പറയുകയാണ്, അവർ നമ്മുടെ ന്യായശാസ്ത്രിമാരെ പോലെയല്ല. ആര്? യേശു നമ്മുടെ ന്യായശാസ്ത്രിമാരെ പോലെയല്ല, പിന്നെയോ അവൻ അധികാരമുള്ളവനായിട്ടത്രേ. ഇന്ന് രാത്രിയിൽ യേശു വിളിച്ചാൽ എന്തേ നിങ്ങൾ ഇങ്ങനെ പോകുന്നത്? യേശുവിന് വേണ്ടി എന്തേ നിങ്ങൾ ഈ പ്രതികൂല സാഹചര്യത്തിലും ഈ യോഗം ക്രമീകരിക്കുന്നത്? എന്തിനാ ഈ യോഗത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത്? ഇന്ന് രാത്രിയിലും വീട്ടിൽ കിടന്നുറങ്ങാനും കഴിക്കാനും ഭക്ഷണവും ഇല്ലാഞ്ഞിട്ടാണോ? അല്ലേ, അല്ല. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു കാര്യം പറയാം, ഇവനെ പോലെ അധികാരമുള്ളവൻ ഉലക ചരിത്രത്തിലില്ല. ഉലക ചരിത്രത്തിൽ ഇതുപോലെ അധികാരമുള്ളവൻ ഉലകത്തിൽ വേറൊന്നെടുക്കാനില്ല. ഇന്ന് രാത്രി അധികാരമുള്ളവൻ വിളിച്ചാൽ ഞങ്ങൾ പുറപ്പെടുകയാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, മഴയോ കാറ്റോ വെയിലോ മഞ്ഞോ ഞങ്ങൾക്ക് വിഷയമല്ല. കാരണം വിളിച്ചത് അധികാരമുള്ളവനാണ്. ഇന്ന് രാത്രി അധികാരമുള്ളവൻ വിളിച്ചാൽ പുറത്തു വരാൻ എത്ര പേര് തയ്യാറുണ്ട്? ഇന്ന് രാത്രിയിൽ പറ, എന്നെ വിളിച്ചത് അധികാരിയാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടാക്കാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രിയിൽ വിളിച്ചാൽ എങ്ങനെ പുറത്തു വരാതെ ഇരിക്കും? അധികാരമുള്ളവൻ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? ചില ആളുകൾ ചോദിക്കുന്നത് പോലെ ഇങ്ങനെ തുള്ളാനും ചാടാനും സ്തോത്രം ചെയ്യാനും വഴിതീരയും വഴിയോരങ്ങളിലുമൊക്കെ ഇങ്ങനെ പാടാനും പ്രസംഗിക്കാനും നിങ്ങൾക്ക് പോകുന്നതിന് ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ പറയാം, ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്
പറയുന്നത്, ഒരധികാരമുള്ളവൻ ഞങ്ങളെ പരമേൽപ്പിച്ച ഒരു വലിയ ദൗത്യമാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ തിരുവനന്തപുരത്തിന്റെ മണ്ണിലുണ്ട്, ഈ ദേശത്തിന്റെ ചുറ്റുപാടുകളിലുമുണ്ട്. ആ യോഗ്യതയുള്ളവരെ മുഴുവനും ദൈവം തട്ടിമാറ്റിയിട്ട് അയോഗ്യരായ ഞങ്ങള് ഈ ദേശത്ത് തിരഞ്ഞെടുത്തത് ഈ മഹത്വകരമായ സന്ദേശം ദേശത്തോട് വിളംബരം ചെയ്യാൻ, ഇന്ന് രാത്രി അഭിമാനത്തോടെ പാടാൻ, പ്രസംഗിക്കാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയവർ ഇന്ന് രാത്രി പറയട്ടെ, എന്നെ വിളിച്ചത് അധികാരിയാ വിളിച്ചത്. നാളുകളായി കുടിയിരിക്കുന്ന ദേശാധിപതികളോടും ദേശത്തിന്റെ ആധിപത്യങ്ങളോടും ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഉറക്കെ വിളിച്ചു പറയാം, ഈ അധികാരികളുടെ മുൻപിൽ നിങ്ങൾക്ക് നിൽക്കാൻ അധികം നാള് പറ്റില്ല. അവനവന്റെ ഊഘാര പ്രതാപത്തോടുകൂടെ രംഗത്ത് വന്നാൽ അവന്റെ മുൻപിൽ നിൽക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് ഞങ്ങൾ അഭിമാന പുരസ്സരം അധികാരമുള്ള ഒരുവനെ ഉയർത്തിക്കൊണ്ട് പറയുന്നു, അവൻ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ പുറപ്പെടുകയാണ്. I am ready. ഇന്ന് രാത്രി അനുഭവമുള്ളവർ ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഞങ്ങൾ റെഡിയാണപ്പാ. സമയം വളരെ മുൻപോട്ട് പോയി. തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ പരിസരത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ഈ അധികാരമുള്ള യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഉടനെ അവനെ ഒന്ന് അനുഗമിക്കാൻ? നാളെ നേരം വെളുക്കട്ടെ എന്ന് പറയാൻ നിൽക്കരുത്. ഒരുപക്ഷെ ഉണരാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഒരുപക്ഷെ നാളത്തെ പ്രഭാതം നമുക്ക് അനുവദിച്ചില്ലെങ്കിലോ? പ്രസംഗിക്കുന്ന ഞാൻ ഈ പ്രഭാഷണം കഴിഞ്ഞ് എൻ്റെ സ്നേഹിതൻ, എൻ്റെ സഹോദര തുല്യമായി സ്നേഹിക്കുന്ന ജോബി വയനാട് അവറുകൾ ബഹുമാന്യ ദേവദാസന്റെ ഭവനത്തിൽ പോയി വിശ്രമിക്കണം. നാളെ മറ്റൊരു സഭയിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ ശുശ്രൂഷിക്കണം. വൈകുന്നേരം ഇവിടെ തന്നെ മറ്റൊരു ഇടങ്ങളിൽ പ്രസംഗിക്കാനും ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മാനുഷിക നിലയിൽ ഞാൻ കൊടുത്തത്, പക്ഷേ ഇത് സാധ്യമാകണമെന്നില്ല. ഇന്ന് രാത്രിയിൽ ഈ മൈക്രോഫോൺ താഴെ വയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകാം. പക്ഷേ അതിനു മുമ്പ് ഇന്ന് രാത്രിയിൽ ദേശത്തോട് പറയുന്നു, തോറ്റവനെ കൈവിടാത്ത ഉലകത്തിലെ ഏകദൈവം, നസ്രയനാകുന്ന യേശു ക്രിസ്തു എന്ന ഏകദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അഭിമാന പുരസ്സരം ഞങ്ങൾ ഉയർത്തുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലവേ ഇല്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യദൈവം. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഉടനെ നിന്റെ പടകും വലയും വിടാമോ? പത്രോസ്, അന്ത്രയോസ്, നിങ്ങൾക്ക് വിടാമോ? അവർ ഉടനെ വിട്ടു. അവിടുന്ന് ഒരല്പം മുൻപോട്ട് പോകുമ്പോൾ തേണ്ടേ മറ്റൊരു ചെറുപടക്, അതിനകത്ത് യാക്കോബും യോഹന്നാനും അവരുടെ അപ്പനായ സെബദിയോടുകൂടെ പടകിലിരിക്കവേ യേശു അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കാം, എന്നെ അനുഗമിക്കാം. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ഉടനെ പടകും വലയും മാത്രമല്ല അവരപ്പനെയും വിട്ടു. ഇന്ന് രാത്രിയിൽ മാനുഷിക ബന്ധങ്ങളല്ല വിലത്, അതിനേക്കാൾ വലിയ ബന്ധം ദൈവിക ബന്ധമാണെന്ന് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് ഇനി ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ ശബ്ദം കേൾക്കാൻ ഈ സന്ദേശത്തിൽ കൂടെ ആർക്കെങ്കിലും കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ താമസിക്കരുത്, ഉടനെ അവനെ അനുഗമിക്കാം. ഇന്ന് രാത്രി നമുക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓൾ സ്റ്റാൻഡ് അപ്പ്, കം ഓൺ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. ഈ സന്ദേശം ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ ഒരു കാര്യം ദേശത്തോട് ഞങ്ങൾ പറയാം. ഒരിക്കൽ ഞങ്ങൾ ആ ശബ്ദം കേട്ട് യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ഞങ്ങൾ പുറത്തു വന്നവരാണ്. ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല. തോറ്റു തുന്നം പാടിയിടത്ത്
വിജയത്തിന്റെ ദൈവം ഞങ്ങളെയും വിജയത്തിന്റെ പങ്കാളിയാക്കി തീർക്കാൻ ഞങ്ങളുടെ അരികിൽ വന്ന് ഞങ്ങളെ വിളിച്ചു. ഇനി നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ എത്ര അപമാനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. കൈകൊട്ടിപ്പാട്ടുകാർ പോകുന്നു, സ്തോത്രക്കാര് പോകുന്നു, അന്യഭാഷയിൽ എന്തൊക്കെയോ പറയുന്നവർ തേണ്ട പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ ഈ ഒരു കാര്യവും കൂടെ പറഞ്ഞ് സന്ദേശം ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരിക്കൽ ഈ ജീവിതയാത്രയിൽ ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഞങ്ങളുടെ ജീവിതയാത്ര, ആ സത്യദൈവത്തിന്റെ പിന്നാലെ നടക്കാൻ ഞങ്ങൾ ജീവിതത്തെ വിട്ടുകൊടുത്തെങ്കിൽ ഞങ്ങളെ കൈവിടാത്തൊരു ദൈവം ആകാശം ചായ്ച്ച് ഇനി വരാൻ പോകുന്നു. ലോകത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം, ഒരു കൂട്ടം ജനം ഇവിടുന്ന് അപ്രത്യക്ഷമാകും. ഇവിടുത്തെ സോഷ്യൽ മീഡിയ അടക്കം, ദൃശ്യശ്രവണ മാധ്യമങ്ങളടക്കം ലോകത്തിന്റെ വാർത്തകൾ ഒപ്പിയെടുത്ത് ആധുനിക ടെക്നോളജികൾ കൊണ്ട് മനുഷ്യന്റെ കൈവിരകളിലേക്ക് എത്തിക്കുന്ന ഈ നൂതന സാങ്കേതിക വിദ്യകൾ ഇനി ഒരുപോലെ ചോദിക്കാൻ പോകുന്നു. ഒരു കൂട്ടം ജനത്തെ കാണുന്നില്ല, അവരിവിടുന്ന് മാറ്റപ്പെട്ടു. സ്നേഹിത, ഞങ്ങളെ പരിധി നിങ്ങൾ നടക്കേണ്ട ഗതികേടില്ല. ഞങ്ങളെ ആര് ഞങ്ങളുടെ ജീവിതത്തിന്റെ പരാജയം ഇറങ്ങി വന്ന് ഞങ്ങളെ വിളിച്ചോ, ഞങ്ങൾ ആരെ അനുഗമിച്ചോ, ആ ദൈവം ആകാശമേഘങ്ങളിൽ വരാൻ സമയമായി. അവന്റെ വരവിന്റെ മാറ്റൊലികൾ ലോകത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവന്റെ വരവ് പ്രതീക്ഷിക്കുന്നവർ പറ, എന്റെ കഷ്ടതയുടെ കാലം തീരാറായി, എന്റെ കണ്ണുനീരിന്റെ കാലം തീരാറായി. ഇന്ന് രാത്രിയിൽ ആ പ്രത്യാശയുള്ള ദൈവമക്കൾ അഭിമാനത്തോടെ പറയട്ടെ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല വ്യതകളും സകല പ്രയാസങ്ങളും ഒരിക്കൽ തീർന്ന് കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത ഒരു സുന്ദര കാലത്തിലേക്ക് സ്വർഗം ഞങ്ങളെ നയിക്കാൻ പോകുകയാണ്. ഇന്ന് ആ വരവ് നിനക്ക് വേണ്ടി ഒരല്പം വെയിറ്റ് ചെയ്യുന്നെങ്കിൽ, ഇന്ന് തോൽവിയടഞ്ഞിരിക്കുന്ന നിന്റെ അരികിൽ വന്ന ഈ ദൈവശബ്ദത്തിന് മുൻപാകെ ഒന്ന് ജീവിതത്തെ സമർപ്പിക്കാൻ ആരുണ്ടിവിടെ? കാലം തീരാറായി, കാലമെല്ലാം കഴിഞ്ഞു എന്ന അനുഗ്രഹിതമായ ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ചേർന്ന് ആരാധിക്കാമല്ലോ. കഴിയും നിന്നെ കാണുവതെല്ലാം അഴിയും, കാലമെല്ലാം കഴിയും നിന്നെ കാണുവതെല്ലാം അഴിയും. നിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. നിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. നമ്മെ ചേർത്തിടുവാൻ വരുവാൻ. മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ വരുവാൻ. കാലമെല്ലാം കഴിയും, കാണുവതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, കാണുവതെല്ലാം അഴിയും. പുതുയുഗം തിരികെ വരാൻ നിത്യതയിൽ മറയും.
പുതുയുഗം വിരിയും ഓ വരാതിന നിത്യതയിൽ മറയും ഓ കാലമെല്ലാം കഴിയും ഇന്ന് കാണാതെല്ലാം അഴിയോ, ഓ കാലമെല്ലാം കഴിയും, ഇന്ന് കാണാതെല്ലാം അഴിയും. നിന്റെ പുതുയുഗം തിരികെ വരാതെ നിത്യതയിൽ മറയും. നിന്റെ പുതുയുഗം തിരികെ വരാതെ നിത്യതയിൽ മറയും. പുതുയുഗം തിരികെ വരാതെ നിത്യതയിൽ മറയും. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരാജയത്തിന്റെ പടുകുഴിയിൽ കിടന്നവനെയും പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന സാക്ഷാൽ ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവം മാത്രമാണ്. ആ ശബ്ദം കേട്ട് ഉടനെ അനുഗമിക്കുന്നവരോട് പറയാം, ഇനി അധികം താമസമില്ലാതെ അനുഗമിച്ചവരെ ചേർക്കാൻ യേശു വരാൻ സമയമായി. ആ വരവെങ്കിൽ താങ്കൾ ഉണ്ടാകണം. ഇവിടുത്തെ ഈ ദേശത്തിൽ അറിയപ്പെടുന്ന താങ്കളാണ്. താങ്കൾ ഉണ്ടാകണം. ഇതിന്റെ ചുറ്റുപാടുകളിൽ ഒട്ടനവധി പ്രാവശ്യം സന്ദേശം കേട്ടവരാണ് നിങ്ങൾ. നിങ്ങൾ ഉണ്ടാവണം. അതിനൊറ്റ വഴി, യേശുവിൻ്റെ ശബ്ദത്തിന് മുൻപാകെ ജീവിതത്തെ സമർപ്പിച്ച് ഞാനൊരു പാപിയാണെന്ന് സ്വയം സമ്മതിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തിന് പ്രായശ്ചിത്തമായി കാൽവറി മരിച്ച യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ താങ്കൾ രക്ഷിക്കപ്പെട്ടു. അനുബന്ധമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലത്തിലിറങ്ങി യേശു സ്നാനപ്പെട്ട് കാണിച്ചു തന്ന അതേ മാതൃകയിൽ സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ വിശുദ്ധ ജീവിതം നയിച്ച ആത്മാവിനെ പ്രാപിച്ച് കാതോർക്കുന്ന താങ്കൾ കൈവിടപ്പെട്ടു പോകില്ല. ഈ സത്യത്തിലേക്ക് നിങ്ങൾ ഏവരെയും സവിനയം സാദരം ക്ഷണിക്കുന്നു. ആരെങ്കിലും ഈ യേശുവിനെ സ്വീകരിക്കാനുണ്ടെങ്കിൽ ഇത് രാത്രിയിൽ ഇതാ സുപ്രസാദകാലം ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു രക്ഷാ ദിവസം. യേശുവിനെ സ്വീകരിക്കാൻ സർവകൃപാലുവായ ദൈവം നിങ്ങൾക്ക് അവസരം നൽകട്ടെ എന്ന് ആശംസിച്ച് എനിക്ക് അവസരങ്ങളെ നൽകിയ അനുഗ്രഹീതരായ ഈ സുവിശേഷ ടീം വർക്കിൻ്റെ കുടുംബത്തോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തിയ ജോബി വയനാട് അവറുകൾ തൻ്റെ കുടുംബത്തെയും ധരണത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കും എൻ്റെ ശബ്ദം ശ്രവിച്ച അടുത്ത മകലെയും ഒക്കെ വീക്ഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് സ്വസ്ഥാനത്തിരിക്കാം. അനുഗ്രഹീതമായ പ്രാർത്ഥനയും ആശീർവാദവും നിങ്ങൾ ഏറ്റുകൊണ്ട് മാത്രമേ പോകാവൂ. സർവകൃപാലുവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.